നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. SSLC ആദ്യ ദിനം ജില്ലയിൽ 36,145 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. വരന്തരപ്പള്ളി മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിക്കുന്ന ദ്വിദിന കോൺഫറൻസിന് തുടക്കമായി. അഖില ഭാരതീയ ഗോസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ 180 ദിവസം നീണ്ടുനിൽക്കുന്ന ഗോ സംരക്ഷണ പദയാത്രയ്ക്ക് കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിൽ 267 സെന്ററുകളിലായി 36,145 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. 3 കുട്ടികൾ ഹാജരായില്ല. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 555 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. രാമവർമ്മപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കേച്ചേരി മാമ്പുൾ ഹുദ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. തൃശൂർ, ഇരിങ്ങാലക്കുട, ചാവക്കാട് എന്നീ 3 വിദ്യാഭ്യാസ ജില്ലകളിലായി 36,148 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത്. ഇതിൽ 18,579 ആൺകുട്ടികളും 17,569 പെൺകുട്ടികളുമാണ് ഉള്ളത്. ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന തലത്തിലുള്ള സ്ക്വാഡുകൾക്ക് പുറമെ ജില്ലയിൽ 4 സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ പരീക്ഷാ പേടി അകറ്റുന്നതിനും വേനലിൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിനും ശക്തമായ മുന്നൊരുക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. പരീക്ഷാ കാലയളവിൽ വേനൽ ചൂട് മൂലം വിദ്യാർത്ഥികൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ പരീക്ഷാ സെന്ററുകളിലെ ക്ലാസ് മുറികളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്ന് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വായു സഞ്ചാരമുള്ള ക്ലാസ് മുറികൾ ഉറപ്പാക്കുക, ഫാൻ നിർബന്ധമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. പരീക്ഷാ കാലയളവിൽ ഓപ്പൺ അസംബ്ലി ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു. വരന്തരപ്പള്ളി മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മുപ്ലിയം പാറക്കുളം സ്വദേശികളായ അപ്പാട്ട് വീട്ടിൽ 49 വയസ്സുള്ള ശ്രീജിത്ത്, എരുമക്കാടൻ വീട്ടിൽ 40 വയസ്സുള്ള രാജു എന്ന രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുപ്ലിയം സ്വദേശിയായ ആന്റണിയുടെ വീട്ടിൽ വെച്ച് ബന്ധുക്കളായ വെള്ളിക്കുളങ്ങര അയ്യക്കാരൻ വീട്ടിൽ 55 വയസ്സുള്ള സേവ്യർ, മകൻ 24 വയസ്സുള്ള അരുൺ എന്നിവരെ പ്രതികൾ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആന്റണിയുടെ വീട് കയറി ആക്രമിച്ചത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലായിരുന്നു പ്രതികൾ മർദ്ദിച്ചത്. ശ്രീജിത്ത് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2020 വീട് കയറി ആക്രമിച്ച കേസിലും രാജേഷ് അടിപിടി കേസിലും പ്രതികളാണ്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, ജോഫിൻ ജോണി എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിക്കുന്ന ദ്വിദിന കോൺഫറൻസിന് തുടക്കം. മാർച്ച് 3, 4 തീയതികളിലായി റൈറ്റിംഗ് ബിയോണ്ട് പൊളാരിറ്റീസ്, വേർഡ്സ്, എയ്സ്, ബ്രിഡ്ജസ് ആൻഡ് റെസിസ്റ്റൻസ് എന്നീ വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ കോൺഫറൻസിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. USA ബർക്ക്ഷയർ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നുള്ള ലീസൽ ഷോബെ റൈറ്റിംഗ് എഗൈൻസ്റ്റ് പൊളാരിറ്റി, നുവാൻസ് ആൻഡ് റവല്യൂഷൻ എന്ന വിഷയത്തിൽ സെഷൻ നയിച്ചു. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ധീമാൻ ഭട്ടാചാര്യ ടൈർ ഏസ് വിറ്റ്നസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ നരേറ്റീവ് എന്ന വിഷയത്തിൽ ലീസൽ ഷോബയുടെ നേതൃത്വത്തിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് വർക്ക്ഷോപ്പും നടന്നു. മാർച്ച് 4-ന് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ലാൽ CA, കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ മുരളീകൃഷ്ണൻ, സെന്റ് അലോഷ്യസ് കോളേജ് മുൻ ഹെഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മുരളീധരൻ എന്നിവർ സെഷനുകൾ നയിക്കും. സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ സനിൽ രാജ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.
Our common Pulicheri. She was so much fond of our Pulicheri yesterday. So even in the dishes, we confront the culture. And see, even our Bhiman from Calcutta, Bengali. Okay, there are so many similarities between cultures. Even then, there is difference in tasting the food and even tasting the different experience of individuals who were contemporaries. Rabindranath and Uday Shankar were having exchanges. Rabindranath was initially happy with what Uday Shankar was doing. Everybody was critical about Uday Shankar because people say that he was neither trained in Indian classical and he was already working with Anna Pavlova and he was huge in അഖില ഭാരതീയ ഗോസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ നിന്നുള്ള ബാലകൃഷ്ണ ഗുരുസ്വാമിയും സംഘവും നയിക്കുന്ന കശ്മീർ മുതൽ കന്യാകുമാരി വരെ 180 ദിവസം നീണ്ടുനിൽക്കുന്ന ഗോസംരക്ഷണ പദയാത്രയ്ക്ക് കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. കൊടകര ശാന്തി ആശുപത്രിക്ക് സമീപം പദയാത്രയെ രാഷ്ട്രീയ സ്വയംസേവക സംഘം തൃശൂർ വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ് കെ.ആർ. ദേവദാസ്, കൊടകര ഖണ്ഡ് കാര്യവാഹ് എം. സുനിൽകുമാർ, സിദ്ധവൈദ്യന്മാർ, ഭക്തജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വൈകിട്ട് 6 മണിക്ക് കണ്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന പദയാത്രയെ ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത്, സെക്രട്ടറി രഘു പി മേനോൻ, വൈസ് പ്രസിഡന്റ് ശശിധരൻ തൃക്കാശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സജി പെരുമ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി ചുള്ളിമംഗലത്ത് മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരി ഗോപൂജ നടത്തി സ്വാമിമാരെയും ഗോമാതാവിനെയും ക്ഷേത്രത്തിനകത്തേക്ക് ആനയിച്ചു. ശ്രീമദ് ബാലകൃഷ്ണ ഗുരുസ്വാമി, കെ.ആർ. ദേവദാസ്, സത്യൻ കുറുവത്ത്, ജയകുമാർ വൈദ്യർ, സദാനന്ദൻ വൈദ്യർ എന്നിവരും സംസാരിച്ചു. പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട യുവതിയും അക്രമികളും പങ്കുകച്ചവടക്കാരായിരുന്നുവെന്നും ഇവർ നടത്തിയിരുന്ന സ്പാ 1 മാസം മുൻപ് നിർത്തിയതായും പോലീസ് പറഞ്ഞു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകുന്നതിലും കവർച്ചയിലും കലാശിച്ചത്. സ്പായുടെ മറവിൽ പ്രധാന പ്രതിയായ ഗോപകുമാർ മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ ശ്രമിച്ചതാണ് സ്പാ നിർത്താൻ കാരണമായതെന്നാണ് ആക്രമിക്കപ്പെട്ട യുവതി പോലീസിന് നൽകിയ മൊഴി. തൃശൂരിൽ നടത്തിയിരുന്ന സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും പോലീസിന് വിവരമുണ്ട്. ആക്രമിക്കപ്പെട്ട യുവതിയുടെ സുഹൃത്തും അറസ്റ്റിലായ ഗോപകുമാറുമായി അഭിപ്രായ ഭിന്നതയുണ്ടായതിന്റെ വൈരാഗ്യമാണ് യുവതിയെ കടത്തിക്കൊണ്ടുപോകാൻ കാരണം. പരിക്കേറ്റ യുവതിയെ റോഡിൽ തടഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ അരണാട്ടുകരയിൽ വെച്ചാണ് യുവതിയെ തടഞ്ഞ് ആക്രമിച്ചത്. ബലമായി കാറിൽ കയറ്റി ഗോപകുമാറിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വീട്ടിലെത്തിച്ച് ആഭരണങ്ങൾ കൈവശപ്പെടുത്തി. അറസ്റ്റിലായ 5 ആളുടെ പേരിലും കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. നായരങ്ങാടി സ്വദേശി ഗോപകുമാർ, കോഴിക്കോട് സ്വദേശി അഭിനാഷ്, അളഗപ്പനഗർ സ്വദേശി ജിതിൻ, കോഴിക്കോട് മേലൂർ സ്വദേശി ആതിര, തിരുവനന്തപുരം സ്വദേശി അഞ്ജു എന്നിവരുടെ പേരിലാണ് കേസ്. ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവരുടെ പേരിൽ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുളിനെ ആക്രമിച്ച കേസിലും കൊലപാതക ശ്രമത്തിന് കേസുണ്ട്. വ്യാഴാഴ്ച രാത്രി 11:30-നാണ് പാലിയേക്കര ടോൾ പ്ലാസയുടെ സമീപം കോഫി ഷോപ്പിൽ ജീവനക്കാരനായ അബ്ദുളിനെ ആക്രമിച്ചത്. ടോക്കൺ സമ്പ്രദായം തെറ്റിച്ചത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. ഈ സംഭവത്തിൽ പ്രതികളെ തിരഞ്ഞെത്തിയപ്പോഴാണ് പോലീസ് ഗോപകുമാറിന്റെ വീട്ടിൽ തടവിലിട്ടിരുന്ന യുവതിയെ കണ്ടത്. ഗോരക്ഷാ മഹാപദയാത്രയ്ക്ക് മുരിങ്ങൂരിൽ സ്വീകരണം നൽകി. മുരിങ്ങൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഗോക്കളെ സംരക്ഷിക്കൂ, ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കൂ എന്ന സന്ദേശവുമായി കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് കശ്മീരിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇത്. 2025 മാർച്ച് 7-ന് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ സമാപിക്കും. ശബരിമലയിലും യാത്ര പോകും. പ്രത്യേകം തയ്യാറാക്കിയ ഇരുമുടിക്കെട്ടുമായി യാത്രയിൽ അനുഗമിക്കുന്ന നാടൻ പശു 18ാം പടി കയറി ഭഗവാനെ ദർശനം നടത്തുമെന്ന് ബാലകൃഷ്ണ ഗുരുസ്വാമി പറഞ്ഞു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് നാടൻ പശു സഞ്ചരിക്കുന്നത്. നാടൻ പശുക്കളെ വളർത്തുന്നതോടെ നാടിന്റെ സംരക്ഷണമാണ് ഉണ്ടാകുന്നത്, സ്വാമി ബാലകൃഷ്ണ ഗുരുക്കൾ പറഞ്ഞു. ജില്ലയിൽ 2 ദിവസങ്ങളിൽ സഞ്ചരിച്ച യാത്രയ്ക്ക് മണ്ണുത്തി, പുതുക്കാട് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം കൊടകര കണ്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും സ്വീകരണം നൽകി. ഗോപൂജ, സാംസ്കാരിക സമ്മേളനം എന്നിവയും ഉണ്ടായിരുന്നു. വിഭാഗ് കാര്യകാര്യ സദസ്യൻ കെ.ആർ. ദേവദാസ്, ഖണ്ഡ് കാര്യവാഹ് എം. സുനിൽകുമാർ, സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് രഘു പി മേനോൻ, പഞ്ചഗവ്യ വൈദ്യന്മാരായ സദാനന്ദൻ വൈദ്യർ, ഡോക്ടർ ജയകുമാർ, ബേബിലാൽ വൈദ്യർ, ചന്ദ്രൻ വൈദ്യർ എന്നിവർ സംസാരിച്ചു. മുരിങ്ങൂരിൽ നൽകിയ സ്വീകരണത്തിൽ പരിവരൻ സംസ്ഥാന സമിതി അംഗം സുരേഷ് പനമിത്ര മുഖ്യപ്രഭാഷണം നടത്തി. ചിറങ്ങരയിലെ സ്വീകരണത്തിനു ശേഷം യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു. हिमाचल प्रदेश, पंजाब, हरियाणा, न्यू दिल्ली, राजस्थान, उत्तर प्रदेश, मध्य प्रदेश, महाराष्ट्र, तेलंगाना, आंध्र प्रदेश, तमिलनाडु
Now after 158 days we reached Kerala state. Here now we are in Mani Urumur Narasindhya തലത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഗോസേവ പ്രചരിപ്പിക്കുന്ന ഗോമാതാവിനെ സംരക്ഷിക്കണതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് എന്നുള്ളതിൻ്റെ പ്രചരണാർത്ഥം സ്വാമി കൃഷ്ണസ്വാമിജി യാത്ര പുറപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC ആദ്യ ദിനം ജില്ലയിൽ 36,145 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. വരന്തരപ്പള്ളി മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിക്കുന്ന ദ്വിദിന കോൺഫറൻസിന് തുടക്കമായി. അഖില ഭാരതീയ ഗോസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ 180 ദിവസം നീണ്ടുനിൽക്കുന്ന ഗോ സംരക്ഷണ പദയാത്രയ്ക്ക് കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.